എക്സൈറ്റ്മെന്റ് ഒന്നും എങ്ങനെയാണ് ഇതിനൊക്കെ വരുന്നത്? ഷാർജ ഭാഗത്തേക്ക് വന്നപ്പോൾ തൊട്ടുള്ള ഞങ്ങളുടെ ശീലമാണ് നിയറസ്റ്റ് ആയിട്ടുള്ള പാർക്കുകളൊക്കെ തപ്പി കണ്ടെത്തുന്നത്. അങ്ങനെ എപ്പോഴും കാണാറുള്ളൊരു പാർക്കായിരുന്നു അൽ മജാസ് പാർക്ക്. എങ്കിലും വരാൻ കഴിഞ്ഞത് ഇന്നാണ് കേട്ടോ. അധികം എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് വന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അടിപൊളി വൈബായിരുന്നു. അത്യാവശ്യം വലിയൊരു ഏരിയ ആണ് കേട്ടോ ഈ പാർക്കുള്ളത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടം. സത്യത്തിൽ ഇത്തവണ മോനെക്കാട്ടിലും എക്സൈറ്റഡ് ഞാനായിരുന്നു. അതിന് കാരണം ഇവിടുത്തെ ഈ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൈൻ ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു. ഓരോ ഹാഫ് ആൻ അവറിലും ഇത് ഡിസ്പ്ലേ ചെയ്യും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വീക്ക് ഡേയ്സിലുള്ള സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീക്കെൻഡ്സിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാട്ടോ. അവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ അവിടുത്തെ വിഷ്വൽ ട്രീറ്റ്സ്. കുട്ടികൾക്കായിട്ട് അവർ ചെറിയൊരു ഫൺ ഇവൻ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബാൻഡ് മേളൊക്കെ കണ്ടപ്പോൾ സത്യത്തിലെ നാട്ടിലെ ചെറിയൊരു പള്ളിപ്പെരുന്നാളൊക്കെ ഓർമ്മ വന്നതിലും ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. ഇത് കൂടാണ്ട് ഒരുപാട് പേര് ഈവനിങ് ടൈമൊക്കെ വെറുതെ സ്പെൻഡ് ചെയ്യാനും അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഷോപ്പ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ സ്റ്റാൾസ് ആയിട്ട് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് കാണാം. ഇതൊക്കെ ഇനി സീസണൽ ആണോ എന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. കുട്ടികൾക്കായിട്ടുള്ള പെയ്ഡ് ആക്ടിവിറ്റീസും ഫ്രീ എൻട്രീസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിലവിൽ കുറെയൊക്കെ അണ്ടർ മെയിൻ്റനൻസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ വൺസ് ഇൻ എ വൈൽ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവരിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. സത്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ ചിന്തിച്ചത് ഈ പാർക്കിന്റെ അടുത്തൊക്കെ താമസിക്കുന്നവർ എത്ര ലക്കിയല്ലേ. അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പുറത്തൊരിടത്തും പോകണ്ട എത്ര നല്ല ഓപ്ഷൻ ആണുള്ളത് എന്നാട്ടോ.